ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന മൊഡ്യൂളിലെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി ഇല്ലുസ്ട്രേഷൻ 7 എന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ എടുത്തേക്കുന്നത് KGC നായറിൻ്റെ ചന്ദ് പബ്ലിക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 2.23 എന്ന ബുക്കിലെ ഇല്ലുസ്ട്രേഷൻ 7. ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റിലാണ് നമ്മൾ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സെയിം കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ അതേ ഫോർമാറ്റിലാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും വരുന്നത്. പെർട്ടിക്കുലേഴ്സ്, പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, അബ്സല്യൂട്ട് ചേഞ്ച് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച്. ഫസ്റ്റ് പെർട്ടിക്കുലേഴ്സ്. ഈ ഫോർമാറ്റിലാണ് നമുക്ക് വ്യത്യാസമുള്ളത്. ഈ ഫോർമാറ്റ് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എഴുതുക. അതായത് നമ്മളുടെ നെറ്റ് സെയിൽസിൻ്റെ കൂടെ എന്തെങ്കിലും അതർ ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ റവന്യൂ, അതായത് നമ്മൾ ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ റവന്യൂവിൽ നിന്നും എക്സ്പെൻസസ് എല്ലാം കൂട്ടിയിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ ആദ്യം എക്സ്പെൻസസ് എല്ലാം കൂട്ടണം. ഏതൊക്കെ എക്സ്പെൻസസ് ആണോ ഉള്ളത് അതെല്ലാം കൂട്ടിയിട്ട് ആ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ടോട്ടൽ റവന്യൂവിൽ നിന്നും മൈനസ് ചെയ്യണം. ഇവിടെ തന്നേക്കുന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പെർച്ചേസസ്, പിന്നെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി. ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. അതിൽ നിന്നും ചേഞ്ച് ഇൻ ഇൻവെൻട്രി കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ, ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ഇൻവെൻട്രി കിട്ടും. അത് കഴിഞ്ഞുള്ളൊരു എക്സ്പെൻസാണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. അതായത് ഇവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് സാലറിയാണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റിൽ ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത് ഇൻട്രസ്റ്റ് പെയ്ഡാണ്. പിന്നെ അതർ എക്സ്പെൻസസ് ആയിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസാണ്. അപ്പോൾ ഇത്രയും എക്സ്പെൻസസുകളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ എക്സ്പെൻസസുകളെല്ലാം കൂട്ടണം. ആ ടോട്ടൽ എക്സ്പെൻസ് എന്ത് ചെയ്യണം? ടോട്ടൽ റവന്യൂവിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതായത് ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്ത എമൗണ്ട്. ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്നും ഇൻകം ടാക്സ് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ്. ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ചെയ്ത പോലെ തന്നെ കമ്പയർ ചെയ്യുക. അതായത് കറണ്ട് ഇയറിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇതിന് മുന്നേയുള്ള പ്രീവിയസ് ഏതെങ്കിലും ഒരു ഇയറുമായിട്ട് കമ്പയർ ചെയ്യുക. അതാണ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നേക്കുന്ന കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ 2016 ആണ്. പ്രീവിയസ് ഇയർ 2015. ഈ 2016 ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 2015 ഇൻകം സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ഇനി എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എഴുതുക. ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് എമൗണ്ട്സ് എല്ലാം അവൈലബിൾ ആണ്. കറൻറ്റ് ഇയറിലെ എമൗണ്ട് 18 lakh, പ്രീവിയസ് ഇയറിലെ എമൗണ്ട് 15,70,000. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രീവിയസ് ഇയറിലെ എമൗണ്ട് എഴുതുക, കറൻറ്റ് ഇയറിലെ എമൗണ്ട് എഴുതുക. നെക്സ്റ്റ് ആണ് അബ്സല്യൂട്ട് ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത്. അബ്സല്യൂട്ട് ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത് കറൻറ്റ് ഇയറിൽ നിന്നും പ്രീവിയസ് ഇയർ മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അബ്സല്യൂട്ട് ചേഞ്ച് കിട്ടുന്നത്. അതായത് 18 lakhൽ നിന്നും 15,70,000 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് ചേഞ്ച് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കേണ്ട. പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? അബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ ഇൻറ്റു 100. അതായത് 2,30,000 ഡിവൈഡഡ് ബൈ 15,70,000 ഇൻറ്റു 100 ചെയ്താലാണ് നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഞാനൊന്നും കൂടെ പറയാം. പ്രീവിയസ് ഇയർ എമൗണ്ട് എഴുതുക, കറണ്ട് ഇയർ എമൗണ്ട് എഴുതുക. അബ്സല്യൂട്ട് ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ഇയറിൽ നിന്നും പ്രീവിയസ് ഇയർ മൈനസ് ചെയ്യുക. പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടുന്നത് absolute change
ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ ഇൻറ്റു 100. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിൽ നമുക്ക് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എല്ലാം എഴുതി.